നിഖിലോടും ചോദിക്കുന്നത് എന്താ കല്യാണം കഴിക്കാത്ത സൗകര്യമില്ല. പണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ടോ? പണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ടോ? നിഖിലേക്ക് ഇവിടെ ഒരു പുതിയ വീട് വെക്കണ്ടേ എറണാകുളത്ത്? ഞാൻ എന്താ നിഖില മലയാളം ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു ചേച്ചി. അതില് നിങ്ങൾ ഫുള്ള് തഗ് ലൈഫ് കമന്റ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ തഗ് ലൈഫ്? தமிழ் நல்லா தெரியும். நீங்க சொல்ற மலையாளம் எனக்கு புரியல. കുറച്ച് ദിവസം കോളേജിൽ പോവാ, കുറെ ദിവസം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പ്രണയിക്കാൻ സമയമില്ല. സൗകര്യം പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. മരുന്നാണ് എല്ലാത്തിനും പരിഹാരം. കൊനിച്ചിവാ. നീ ഏതാ? കഴിഞ്ഞ ബാക്കി എന്തെങ്കിലും നിനക്ക് അറിയാം? അറിയാം. ഓഹായോ ഗൊസൈമസ്. പോവാനായിരിക്കും. നുണക്കുഴി റിലീസിനുണ്ട്, ജാതിജാതകം റിലീസിനുണ്ട്. ഒന്നും പറയാം ഉണ്ട് കുറച്ച്. വിട്ടിട്ടില്ല. ഇല്ല വിടാൻ ഉദ്ദേശിക്കുന്നു. എന്തിനാ വിടുന്നത്? നിങ്ങളിപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ കണ്ടന്റ് എടുക്കണം, തിയേറ്ററിൽ പോയി തിയേറ്ററിന്റെ കണ്ടന്റ് എടുക്കുന്നു, മൂവിയുടെ പ്രൊമോഷൻ വന്ന് അതും എടുക്കണം. നിങ്ങളൊന്നും വിടണില്ലല്ലോ. അതുപോലെ തന്നെ അടുത്ത പ്ലാൻ എന്താണ് നിഖിലയുടെ? സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും സംഭവം എന്ന് വെച്ചാൽ ഞാൻ ജനിച്ച വർഷമാണ് നന്ദനം വരെ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ അയ്യൂരിന്റെ കൂടെ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ അപ്പോഴൊന്നും സിനിമയൊന്നും കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല നേരിട്ടൊരു സിനിമയൊക്കെ ചെയ്യാൻ പറ്റും. ജനിച്ചിട്ടല്ലേ ഉള്ളൂ. ചെസ് കളിയിൽ ജയിക്കാൻ എന്ത് ചെയ്യണം? ചെസ് കളിയിൽ ജയിക്കണമെങ്കിൽ ചെസ് കളിക്കണം. നമ്മള് അങ്ങനെ മണ്ടന്മാരായിട്ട് അഭിനയിക്കുകയല്ല, സിറ്റുവേഷൻസ് ഓഡിയൻസിന് കാണുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് പറയണം. രാവിലെ എഴുതേക്കും, പല്ല് കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എഴുന്നേക്കും, പല്ലൊക്കെ കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. കുറച്ച് സമയം യൂട്യൂബിൽ സമയം ചെലവഴിക്കാറുണ്ട്. രാത്രി ആകുമ്പോൾ ഉറങ്ങും.